It's a very popular six. വാങ്കഡയിൽ അയാളുടെ ഇത്തരം വെർഷനുകൾ പലവട്ടം കണ്ട് ഭ്രമം കൊണ്ട് മതിമറന്നു നിന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അയാളുടെ ബാറ്റിൽ നിന്ന് മുതിർക്കുന്ന ഹിറ്ററുകൾക്ക് ഭംഗി കുറയാത്തത്? അതെ, രോഹിത് ഓരോ ക്രിക്കറ്റ് ആരാധകൻ്റെ ബ്ലഡ് ടോണുകളെ ഇന്നും ഹരം കൊള്ളിക്കുക തന്നെയാണ്. കൊൽക്കത്തയുടെ ബിഗ് സൈനിങ്ങുകളിലൊന്നായിരുന്ന ബൗളറായ ബ്ലേസിംഗ് മുസർബാനിയുടെ പേരിൽ അത്യാകർഷകമായ റെക്കോർഡുണ്ടായിരുന്നു. ഈ T20 ലോകകപ്പിൽ 10 പവർ പ്ലേ ഓവറുകൾ മുസർബാനി എറിഞ്ഞിരുന്നു. പക്ഷേ ഒരു ബൗണ്ടറി പോലും അയാൾ വഴങ്ങിയിരുന്നില്ല. അങ്ങനെയുള്ള മുസർബാനിയെ വലിയ വിശ്വാസത്തോടെ തന്നെയായിരുന്നു കൊൽക്കത്ത ആരാധകർ കണ്ടത്. എന്നാൽ ആ ചിന്തകളെല്ലാം രോഹിത് വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് അയച്ചാണ് താൻ ആരാണെന്ന് മുസർബാനിയെയും കൊൽക്കത്തയെയും അറിയിക്കുന്നത്. കൊൽക്കത്ത ഉയർത്തിയ 221 വിജയലക്ഷ്യത്തെ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ പവർ പ്ലേ അവസാനിപ്പിക്കുമ്പോൾ 80 റൺ തൊട്ടിരുന്നു. അതിൽ 3 4 5 6 അടക്കം 50 റൺ അയാളുടെ ബാറ്റിൽ നിന്നും വീണതാണ്. പവർ പ്ലേ തികയ്ക്കും മുന്നേ അർദ്ധ സെഞ്ചുറി, ലോങ് ഓണിന് മുകളിലൂടെ ട്രേഡ് മാർക്ക് സിക്സർ, സ്ക്വയർ ലെഗിലൂടെ പായുന്ന പുൾ ഷോട്ട് ഹിറ്റർ, മിഡ് വിക്കറ്റിലൂടെ വേലിക്കെട്ടുകൾക്കപ്പുറം പറക്കുന്ന പുൾ ഷോട്ട്സ്. അങ്ങനെ ഗാലറിയിലെ ഹീറ്റിനെ ഹിറ്റ്മാൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. രോഹിത് അയാളുടെ പ്രിയപ്പെട്ട എതിരാളികൾക്കെതിരെ തന്നെയായിരുന്നു ഇന്നും കളിച്ചത്. സമീപകാലത്ത് കൊൽക്കത്തയ്ക്കെതിരെ നല്ല ഇന്നിങ്സ് വരാത്ത ക്ഷീണമുണ്ടായിരുന്നു അയാളുടെ ഷോൾഡറുകളിൽ. അതെല്ലാം കാറ്റിൽ പറത്തി വിടുന്നുണ്ട് അയാൾ. അതിപ്പോൾ എതിരെ വന്നത് വരുണാണോ ത്യാഗിയാണോ എന്നതുപോലും അയാൾക്ക് വിഷയമല്ലായിരുന്നു. 38 ബോളിൽ 78 നേടി അയാൾ കളം വിടുന്നുണ്ട്. കഴിഞ്ഞ വർഷം രോഹിത്തിൻ്റെ ഫോം ഔട്ടിനെ പലരും വിമർശിക്കുന്നത് കണ്ടു. എന്നാൽ അയാളുടെ നിയമപുസ്തകത്തിലെ പാഠങ്ങൾ മനഃപ്പാടമാക്കിയവർക്ക് പലതും അറിയാം. ഫോം ഔട്ടിൻ്റെ പടുകുഴിയിൽ വീണാലും ക്രീസിലുള്ള സമയം വരെ ഒരു ബാറ്ററിൻ്റെ ഡോമിനൻസ് എന്താണെന്ന് ബൗളർക്ക് അയാൾ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണല്ലോ ആ മനുഷ്യൻ്റെ ഗ്യാരണ്ടിയും അയാളുടെ രീതിയും. ഇനിയും നിങ്ങൾക്ക് അയാൾ വിമർശിക്കാം, പക്ഷേ ഓരോ തിരിച്ചുവരവിലും നിങ്ങളുടെ മനസ്സ് അയാൾക്ക് വേണ്ടി തിരുത്തെഴുതേണ്ടി വരും. അതിൻ്റെ തീവ്രത ഇതുപോലെ അതീവ ഭയാനകവുമായിരിക്കും. മാച്ച് ഫിറ്റ്നസ് നിലനിർത്താനായി രോഹിത് ഫുൾ ടൈം ഗ്രൗണ്ടിൽ നിൽക്കുന്ന നിബന്ധന വെച്ചാണ് ഈ മത്സരവും ആരംഭിക്കുന്നത്. പലരും അതിനെ ബ്ലെയിം ചെയ്യുന്നതും കണ്ടു. പക്ഷേ കരിയറിൻ്റെ അവസാന ലാപ്പിലേക്ക് സഞ്ചരിക്കുമ്പോഴും ഇപ്പോഴും അയാളുടെ ബാറ്റുകൾക്ക് വഴക്കം കുറഞ്ഞിട്ടില്ല. ഡ്രൈവുകളുടെ അഴക് മങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും ഫോമിലുള്ള ദിനങ്ങളിൽ രോഹിത്തിനെ വീക്ഷിക്കാൻ സാധിക്കാതിരിക്കുന്നത് എക്കാലത്തെയും നഷ്ടങ്ങളിൽ ഒന്നാകുമെന്നത് ഇന്നും അയാൾ തെളിയിക്കുകയാണ്. ഇനി എത്ര നാളെന്നുള്ള ചിന്തകൾ മനസ്സിൽ അലയടിക്കുമ്പോഴും ഒരു പ്രതീക്ഷയും വെക്കാതെ ക്രീസിലുള്ള നിമിഷം അയാൾ ആവോളം ആസ്വദിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനശ്വരതയിൽ മതിമറക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പോരാളികളുടെ കുപ്പായത്തിലെ രാക്ഷസവേഷം 78 അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ മുംബൈയുടെ വിജയത്തിന് സാധ്യതയ്ക്ക് സഹായമായതെല്ലാം അയാളുടെ ബാറ്റിൽ നിന്നും വീണു കഴിഞ്ഞിരുന്നു. കൂടെ പുതിയ കഥയ്ക്ക് അയാൾ തുടക്കം കുറിക്കുകയും ചെയ്തു. വരുണും മുസർബാനിയും നരേനുമെല്ലാം സഹരായ ഈ ഒരു ഇന്നിങ്സിനെ എങ്ങനെയാണ് വർണ്ണിക്കുക? ഇപ്പോഴും വാങ്കഡയിലെ രാത്രിയിൽ രോഹിത്തിൻ്റെ ഹിറ്ററുകളുടെ ശബ്ദം പ്രതിധ്വനിക്കുന്നുണ്ടാകും. അവിശ്വസനീയമെന്നല്ലാതെ എന്താണ് അതിനെ വിളിക്കുക? അതാണല്ലോ രോഹിത്തിൻ്റെ രീതിയും. അയാൾ ഒരിക്കൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിനോട് വിളിച്ച് പറയുന്നത് കാണാം, ഒന്നും ഇവിടെ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല എന്ന്. ഒരാപത്ത് സമയത്ത് ഈ 39-ാം വയസ്സിലും ഒരു റീ എൻട്രിക്ക് പോലും ഞാനൊരു വിളിപ്പാടകരവുണ്ടാകുമെന്ന്. അതെ, ദൈവത്തിൻ്റെ പോരാളികൾ വിജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. It's a very popular six.